വിഷു റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇന്ന് റിലീസായി എത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു മുൻവിധിയും വേണ്ട, ആരുടെയും അഭിപ്രായങ്ങളും കേൾക്കേണ്ട. കാരണം രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക. കാര്യം മറ്റൊന്നുമല്ല, വേറിട്ടൊരു കഥ, വേറിട്ടൊരു അവതരണം, വേറിട്ടൊരു ക്ലൈമാക്സ്. സിനിമയുടെ ടൈറ്റിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഗോട്ട് എന്ന സിനിമയിൽ വിജയ്ക്ക് കൊടുത്ത പോലത്തെ ഒരു ടൈറ്റിൽ കാർഡാണ് ഈ ഒരു സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കൊടുത്തിട്ടുള്ളത്. മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് എഴുതി കാണിക്കുന്ന അത് കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ആരവം മുഴങ്ങിയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു ആവറേജ് സിനിമയെ തിരക്കഥ കൊണ്ടും ക്ലൈമാക്സ് കൊണ്ടും ഒരു ഹിറ്റാക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിറങ്ങിയിട്ടുള്ള ബസൂക്ക എന്ന് പറയുന്ന സിനിമ. എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതൊരു ഗെയിം ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള എല്ലാ അഭ്യൂഹങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തരത്തിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് കാറ്റ് ആൻഡ് മൗസ് കളി, അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളി, അതുപോലെയൊക്കെ ഒരു തരത്തിൽ നമുക്ക് പറയാവുന്ന സിനിമ. അതായത് പെർഫെക്റ്റ് ആയിട്ട് സിനിമ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ ഇതുപോലെ നായകന്മാര് മുഖം അറിയാത്ത അല്ലെങ്കിൽ ആരാണെന്ന് അറിയാത്ത വില്ലന്മാരെ തേടി പോകുമ്പോൾ നമുക്ക് സാധാരണ സിനിമ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം എങ്ങനെയായിരിക്കും വില്ലനെ നായകൻ പിടിക്കുക, എന്തായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ നമുക്കൊരു ത്രില്ല് ഉണ്ടാവും. ആ ത്രില്ല് ഈ സിനിമയിലില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ആറാടിയ സിനിമയാണ് ഈ സിനിമ എന്ന് നിസ്സംശയം പറയാം. ഒരു ആവറേജ് കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ വേറൊരു തലത്തിലേക്ക് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് എന്താ ഉണ്ടായി എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിളയാട്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, ഇത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 100 കോടി സിനിമയായിരിക്കും. തുടക്കത്തിൽ മമ്മൂട്ടി ഒരു ബസ് യാത്രയിൽ കൂടെ ഇരിക്കുന്ന ആള് ആരാണെന്ന് ചോദിക്കുമ്പോൾ താൻ ആരാണെന്ന് വിവരിച്ചു കൊടുക്കുന്നതാണ് സിനിമ. ആ സിനിമ അങ്ങനെ പോയി ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയി അല്ല കിടിലം പഞ്ചില് ഒരു ഇൻട്രോയില് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ക്ലൈമാക്സ് ഞെട്ടിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന സംവിധായകന്റെ ചെറിയ ചെറിയ പോരായ്മകൾ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു കുറവ് ഇതിൽ പറയാനില്ല. ലോജിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ഛായാഗ്രഹണം കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. BGM അതുപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോനൊക്കെ കാണിച്ചിട്ടുള്ള ഇൻട്രോ കിഡിലനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു പോലീസ് വേഷം ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പോലീസ് വേഷം ചെയ്ത ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗതം വാസുദേവ് മേനോൻ തന്നെ ആയിരിക്കും. ഇപ്പം എല്ലാ സിനിമയിലും ഒരു കമ്മീഷണറുടെ റോൾ വരികയാണെങ്കിൽ അതിൽ നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോലീസ് വേഷം തന്നെയാണ് ഗൗതം വാസുദേവ് മേനോന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷൈൻ ടൗൺ ചാക്കോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ 2 സീനിലുള്ളൂ. ബാക്കി അഭിനയം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ മാത്രമാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹക്കീം ഷാജഹാനും ഈ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ 3 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിളയാട്ടം എന്ന് എടുത്തു പറയാൻ കാരണം അതിലെ ആക്ഷൻ രംഗങ്ങളാണ്. സാധാരണ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ക്യാമറ ട്രിക്കിലൂടെ ക്യാമറ തിരിച്ചു മറിച്ചിട്ടൊക്കെയാണ് ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഇതിൽ മെയ് വഴക്കം നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഹൈവേയിലുള്ള ഫസ്റ്റ് ഫൈറ്റ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഇപ്പോൾ പുതുതായി ഇറങ്ങുന്ന മമ്മൂട്ടി സിനിമകളിലൊക്കെ ശബ്ദത്തിന്റെ ഒരു ഇടർച്ച നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇതിൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും ഇത്തവണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ഗെയിം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ. BGM, ഛായാഗ്രഹണം, മമ്മൂക്കയുടെ ആക്ടിങ്, അവസാനത്തെ ക്ലൈമാക്സ് ഗംഭീരാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ വിട്ടോ. നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ കണ്ടിട്ട് കോരിത്തരിക്കുന്നവരാണെങ്കിൽ ആ കോരിത്തരിപ്പും കാര്യങ്ങളും കിട്ടില്ല. പക്ഷെ ക്ലൈമാക്സിൽ അതിന്റെ ഡബിൾ കോരിത്തരിപ്പ് നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മമ്മൂക്കയുടെ എല്ലാ സീനുകളും പല ഇൻട്രോകളാണ്. ഓരോ ഡ്രസ്സിലും ഓരോ ഇൻട്രോ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സിനിമയുടെ മേക്കപ്പ് മാൻ ആരോ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിൽ ഒരുപാട് ഇൻട്രോ ഉണ്ടെന്ന്. ആ ഒരു വാക്കും ഈ സിനിമയിൽ കറക്റ്റ് ആണ്. പല സീനിലും പുതിയ ഇൻട്രോയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനൊത്ത BGM സ്റ്റൈലിഷ്. മമ്മൂക്കയെ ഇത്രയും സുന്ദരനായിട്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സിനിമയ്ക്ക് 2ാം പാർട്ട് വരുന്നുണ്ട് എന്നുള്ള സൂചന നൽകിയിട്ടാണ് സിനിമ അവസാനിച്ചിട്ടുള്ളത്. ഈ സിനിമ വലിയ രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2ാം ഭാഗം ഇതിലും കിടലനായിട്ട് ദുബായിൽ വെച്ചിട്ട് കാണാമെന്നുള്ള ഒരു ലെവലിലാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ വിജയിപ്പിക്കുക. നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള ബസൂക്ക 2 വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.